ടെൻഷനാക്കുക. നാളെ ഹർത്താൽ. ഈശ്വര, കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? ആ പശങ്കരുത് ഇത് ഒടുക്കത്തെ രാഷ്ട്രീയക്കാരനേക്കായി പോയിട്ടാ. മുതലാളുടെ ബുദ്ധി സമ്മതിക്കണം. ഇത് നോട്ടിച്ചു സുധാര. ജോയേട്ടാ, സംഭവം ഒട്ടിച്ചു. എന്നാലും ഈ പോസ്റ്റർ മാത്രം കണ്ടുകൊണ്ട് ആളുകൾ നാളെ ഹർത്താൽ ആചരിക്കുമോ? ഒരു ടെൻഷൻ. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പല്ലടാ. ഒരു ന്യൂസ് സ്പ്രെഡ് ആകാനുള്ള കറക്റ്റ് പോയിന്റ് നമ്മൾ പിടിക്കണം. അതെങ്ങനെ? ഔ, ദേ വരണു 2 പോയിന്റ്സ്. എന്തിട്ടാ അവിടെ? നാളെ ഹർത്താലിന് ആ KC മാത്യൂസിനെ തടിച്ചുപെട്ട വീടിന്ന് പോലീസ് നോക്കിത്ര. ഇവരൊക്കെ ഫീൽഡിൽ ഇറങ്ങിയ നമുക്ക് ഭീഷണിയാവൂല അഭയ. ശരിയാ. ഹലോ, ഇന്നിന് നടക്കില്ലടാ. പുലർച്ചോട്ട് ഹർത്താലാ. ഞാൻ വീട്ടിലേക്ക് പോവാ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംഭവം വർക്കൗട്ടാണ് കണ്ടടാ. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ മോനെ. ₹1 സാമ്പാർ ഒതുക്കി വേറൊരു ചാനലിലേക്ക് സാധനം പോയിട്ടില്ല. നമുക്കേ പാർട്ടിയുടെ സേഫ് ലോക്കറിൽ വെച്ചോണ്ട് പൂട്ടാം. എന്തിനാ? തനിക്ക് വിശക്കുമ്പോ പുഴുങ്ങി തിന്നാനോ? അവരുടെ ടേപ്പ്. എടാ മോനെ, പിള്ളേരാരെങ്കിലും മൊബൈൽ എടുത്തിട്ടുണ്ടാവോ? അവര് മറ്റേ ട്യൂബിലിട്ടാ. ട്യൂബാ? എന്തിട്ട് ട്യൂബ്? ഹൈ, നമ്മുടെ ട്യൂബില്ലേ? യൂട്യൂബാ? അമേരിക്കയില് ജോണിക്കുട്ടി വരെ കാണൂലോ. അതെ, ഈ അർദ്ധരാത്രിയില് എന്തിട്ടായിരുന്നു KC മെമ്പറുടെ വീട്ടിൽ കാര്യം? അതൊരു ആഭ്യന്തര കാര്യം ചർച്ച ചെയ്യാൻ പോയതാ. ആഭ്യന്തരം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട KC. നൈറ്റ് ഇട്ടിട്ടല്ലേ ആഭ്യന്തര ചർച്ച. ഇനി പത്രത്തിൽ വല്ലതും വരൂ? എന്നാ പിന്നെ തൂങ്ങി ചെത്താ മതി. പത്രം വന്നല്ല, അതിലുണ്ടോ നോക്കിയേ. പിടിവലി കൂടുതലൊക്കെ കീറുള്ളത് പീസ് ഇങ്ങോട്ട് തന്നിടാ. ഓ, ഫ്രണ്ട് പേജിലില്ല. നോക്കട്ടെ. ഇല്ല. നോട്ടീസാ? നോക്കട്ടെ. KPSC. എന്താ കേസ് ഇത്? ഇതില് KC എനിക്ക് മനസ്സിലായി. RPA KC എന്താ പാർട്ടി പളത്താനുള്ള പരിപാടിയാ? എനിക്കൊന്നും അറിയില്ല പപ്പ. കർത്താവേ, റീനപ്പ പത്രം വായിച്ചിട്ടുണ്ടാവല്ലോ. KC മേയറാവാനുള്ള വെള്ളം വാങ്ങി വെച്ചട്ടാ. കുറച്ചു ദിവസമാണെങ്കിലും ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുന്നത് ബോഡിക്ക് നല്ലതാ. തൃശൂരിന്റെ പൊന്നോമനയും നമ്മുടെ നാടിന്റെ സ്വത്തുമായ പ്രിയപ്പെട്ട KC മാത്യു സാറിനെ കള്ളക്കേസിൽ കുടുക്കി പഴിചാരിയ പോലീസിനും അതിന് കൂട്ടുന്ന മാധ്യമങ്ങൾക്കും മറ്റ് സംഘടനകൾക്കുമെതിരെ KPSC നടത്തുന്ന ഈ ഹർത്താൽ വിജയകരമാക്കി തന്ന എല്ലാ ഉള്ളൂർ നിവാസികൾക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സംശുദ്ധമായ റോട്ടിലൊരൊറ്റ ആളില്ലട്ടോ. KCക്ക് പബ്ലിക്കിൽ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യായിട്ടാ. പെണ്ണേസിൽ തല്ലാനും കൊല്ലാനും എന്നെ കിട്ടില്ലട്ടാ. നാണം കെട്ട കേസാണ്. അതെ, എത്ര ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. കാലത മോനെ, മറ്റേ ട്യൂബ് ലീക്കാതായിരിക്കും. ഞാൻ കപ്പ പ്രസിഡന്റാണ്. കപ്പല്ല ചക്ക. വണ്ടി കയറൂ. ആളെ പിടിച്ച് കയറൂ. വണ്ടി എടുക്കണോ? ചേട്ടാ, സംഭവം സക്സസ് ആ ചേട്ടാ. അയ്യപ്പേട്ടനൊക്കെ ഈസി ആയിട്ട് ജാമ്യം കിട്ടും. വക്കീലിനെ ഒന്നും ഇനി കേൾക്കാൻ പാകില്ല. നമ്മുടെ ഹർത്താലുകാരനെ ഇന്ന് കോടതിയും കൂടെ തുറന്നില്ല. എനിക്കവനെ കൊന്നാ പോരാ, വെട്ടി നുറുക്കണം വക്കീലെ. വെറുതെ മണ്ടത്തരം പറയില്ലേ KC.
ഒല്ലൂർ വാർഡിലെ കൃത്യമായി പ്രൂഫ് പോലും ഇല്ലാത്ത ഒരു ചെറിയ നാറ്റക്കേസ്. ഒന്ന് സോപ്പ് തേച്ച് കുളിച്ചാൽ മാറാവുന്നേ ഉള്ളത്. നമുക്ക് അവനെ നിയമം കൊണ്ട് തന്നെ കുരുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതിനുള്ള കുഴി അവൻ തന്നെ തോണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നാളെ കോടതിയിലേക്ക് വരണം. കേസി, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന നേതാവിനെ എന്തെങ്കിലും മറയ്ക്കാനുള്ളൂ. മനസ്സിലായോ? ഇതിവർ പാർട്ടി ഗുണ്ടകളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് യുവർ ഓണർ. എന്റെ കക്ഷി ജോയെ ആക്രമിച്ചതിന് ശേഷമാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പേരിനുള്ള ഈ ഡിസ്മിസൽ. ചെക്ക് ദിസ് ഒറിജിനൽ പാർട്ടി മിനിറ്റ്സ് യുവർ ഓണർ. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പ്ലീസ് സീ ദിസ് യുവർ ഓണർ. ഇതാണോ? ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. കേസിന്റെ പെണ്ണ് കേസ് ഹർത്താലല്ലേ? ഈ വ്യാജ ഹർത്താലിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ജോയ്ക്കറിയാമോ? നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മിസ്റ്റർ ജോയ്. നിങ്ങളുടെ ഇമെയിലിൽ നിന്നാണ് ആ നോട്ടീസിന്റെ സോഫ്റ്റ് കോപ്പി തൃശൂർ പ്രിന്റേഴ്സിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഹർത്താലിന്റെ ഭാഗമായി ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരിൽ പലരും നിങ്ങളോടൊപ്പമുള്ളവരായിരുന്നു. ആണോ താക്കോൽക്കാര? ശരിയാണ്, ഞാൻ തന്നെ നടത്തിയ ഈ ഹർത്താൽ വിജയിക്കാനുള്ള കാരണം പെണ്ണ് കേസിൽപ്പെട്ട KC മാത്യൂസിനോട് ജനങ്ങൾക്കുള്ള സപ്പോർട്ട് കൊണ്ടാ? അല്ല, നമ്മുടെ നാട്ടുകാർക്ക് ഹർത്താൽ എന്ന് കേട്ടാൽ മതി അത് ഏത് പാർട്ടി നടത്തണമെന്നുള്ളതൊരു വിഷയമല്ല. ഡെയിലി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം വെച്ചോണ്ട് ഇത് തന്നെയാ. ഈ തേങ്ങയാറിന് ഇവിടെയുള്ളവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാ വരുന്നതെന്ന് ചിന്തിക്കണ്ടോ വെച്ചോള്? അത്തരം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ഒരു ഗവൺമെന്റ് മിഷനറി ഉണ്ട് മിസ്റ്റർ ജോയ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഒരു വലിയ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു സാമൂഹ്യ വിപത്താണ് മിസ്റ്റർ ജോയ് എന്ന് സ്വയം കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹർത്താൽ നടത്തി ജനജീവിതം തടസ്സപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ ജോയ് ചെയ്തിരിക്കുന്നത്. ഇയാളെപ്പോലെ അപകടകാരിയായ ഒരു മനുഷ്യനെ തുറന്നുവിട്ടാൽ അത് ഈ നാടിന് തന്നെ ഭീഷണിയായേക്കാം. ആസ് പെർ കാപ്പ് ആക്ട് ഈ നിൽക്കുന്ന ജോയ് താക്കോൽക്കാരനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സർക്കാരിനെ വെല്ലുവിളിച്ച് ജോയ് താക്കോൽക്കാരൻ ഹർത്താൽ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. ആയതിനാൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും വരെ ജോയ് താക്കോൽക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഈ കോടതി ഉത്തരവാകുന്നു. നെൽസൺ മണ്ടേലനൊക്കെ സമ്മതിക്കണട്ടാ. ജയിലെന്ന് പറയണത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ലോകം മുഴുവൻ പുറത്ത്, നമ്മളീ ആറടി മുറിയിലും. ബെയിലിന് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നേ. പിന്നെ എന്നാ ഇനി കോട്ടയം ഭാഷ പറഞ്ഞാ നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യൂട്ടാ. ആ എന്തായി വക്കീലേ, നല്ല രക്ഷണ്ടാ? ജാമ്യം കിട്ടില്ല. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിയൂർക്ക് മാറ്റും. ഈ വിയൂർ ജയില് ഇതിനേക്കാളും ചെറുതാ മാഷെ? മാഷ് കിടന്നിട്ടുള്ളതല്ലേ ഈ സമരമൊക്കെ ചെയ്യുമ്പോ? 3 വർഷം ഓരടിക്കൂലടാ ഗ്രീൻവേ. ഏയ് നീ ഇത് എന്തുകൊണ്ടൊക്കെ അറിയണേ? കംപ്ലീറ്റ് പോസിറ്റീവാടാ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മനസമാധാനത്തോടെ ചിന്തിക്കാലോ. ഒറ്റൊരെണ്ണം ശല്യപ്പെടുത്താൻ വേണ്ടി വരില്ലേ? പുണ്യാളൻ അഗർബത്തീസിനേക്കാളും ഒരു പുതിയ ഐഡിയ ആയിട്ട് ഞാൻ പുറത്തു വരല്ലോ. നീ നോക്കിക്കോ. ഒറ്റ വിഷമമുള്ളൂ മാഷെ, ഇത്രയും കാലം ജീവിച്ചിട്ടും ഈ വേൾഡില് നമ്മുടെ ഒരു മാർക്ക് ബാക്കി വെക്കാൻ പറ്റിയില്ലേ? അപ്പോഴേക്കിനകത്തായില്ലേ? ജോയെ, നീ ചെയ്ത തെറ്റിലും ഒരു വലിയ ശരിയുണ്ട്. ഇവിടുത്തെ ശരിയൊക്കെ ആർക്കാ വേണ്ട മാഷെ? ഈ നാടിന് വേണം. അങ്ങനെ ആരും അറിയാതെ നിന്റെ ശ്രമം അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ മാഷേ? നിയമം പോലീസൊക്കെ അവരുടെ കൂടെ അല്ലേ? എല്ലാ കാലത്തും എല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ എന്നും തകിടം മറിച്ചിട്ടുള്ളത് ചങ്കുറപ്പുള്ള ശബ്ദമാണ്. നീ പകുതി വെച്ചിട്ട് പോയ ആ ശബ്ദം ഞാൻ ഏറ്റെടുക്കാൻ പോവാ.
ഈ ഭരണകൂടം നിനക്ക് നീതി തരുന്നതുവരെ ഞാനിവിടെ ഒരു അനിശ്ചിതകാല ഉപവാസം തുടങ്ങാൻ പോവാ. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ആ സമരപ്പന്തലിൽ കിടന്ന് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കും. ഞാനുണ്ടടാ നിന്റെ കൂടെ. സത്യമാണ്, സത്യമാണ്, രാമനാമം സത്യമാണ്, രാമനാമം സത്യമാണ്, രാമനാമം സത്യമാണ്, രാമനാമം. അത് അങ്ങോട്ടും കൊണ്ടുപോ. ആ നടക്ക് നടക്ക്. ആ ചെല്ല് 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 ചെല്ല്. പോട്ടെ 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 പോട്ടെ. നിക്കണ്ട, നടന്നോ. ആ ആ അവിടെ വെച്ചേക്ക്, വെക്ക്. ആ പതുക്കെ പതുക്കെ അങ്ങനെ വെക്ക്. ആ ആ ആ നിങ്ങളിരുന്നോ. ആ എല്ലാരും ഒന്ന് അകന്ന് നിൽക്ക്, അകന്ന് നിൽക്ക്. അതെ ഇരുന്നോന്നേ, ഇരുന്ന് വിശ്രമിക്ക്. ഗംഗാധരിപ്പ് വരുമല്ലോ, അതിനുശേഷം എല്ലാം ചെയ്യാം. സന്തോഷേട്ടാ, എനിക്കിവിടെ ഒരു ബീഡി തരുമോ? എപ്പം കണ്ടാലും നിനക്ക് വേണം. നീ എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു മനുഷ്യൻ? സന്തോഷേട്ടാ, ഒരു ബീഡി താ ഏട്ടാ. ഒരു ബീഡിയല്ലേ ചോദിച്ചോളൂ, താന്നേ. ആ ശരിയെങ്കിൽ തരാം. എന്നാ സന്തോഷേട്ടാ,